എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ വിശേഷങ്ങളെക്കുറിച്ചാണ്. ഒരു യമകണ്ഠൻ പണി കെട്ടിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന വിദേശികൾക്ക്. ഓസ്ട്രേലിയയിൽ വിദേശികൾക്ക് വീട് വാങ്ങാൻ 2 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ സർക്കാർ. എന്നാൽ വർക്ക് പെർമിറ്റിൽ എത്തിയവർക്ക് നിയന്ത്രണം ബാധകമല്ല. ഓസ്ട്രേലിയയിൽ എത്തിയ വിദേശികൾ കൂട്ടത്തോടെ വീട് വാങ്ങാൻ തുടങ്ങിയതോടെയാണ് സർക്കാർ ഇപ്പോൾ നിയന്ത്രണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഈ നിയന്ത്രണം നിലവിൽ വരും. ഓസ്ട്രേലിയയിൽ ഓരോ വർഷവും 1800ഓളം പ്രോപ്പർട്ടികളാണ് ഇത്തരത്തിൽ വിറ്റുപോയിരിക്കുന്നത്. പുതിയ നിയന്ത്രണങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികളും വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്ന താത്കാലിക താമസക്കാർക്കും ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെ പുതിയ വീട് വാങ്ങാൻ കഴിയില്ല. വിദേശ ഉടമകളുടെ വകയായ കഴിഞ്ഞ 6 മാസമായി താമസമില്ലാതെ കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് ഇനി മുതൽ പ്രത്യേക ഫീസ് നൽകേണ്ടി വരും. ഓസ്ട്രേലിയയിൽ വസ്തുക്കൾ വാങ്ങുന്നവർ നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടതാണ്. സിഡ്നിയിലും മെൽബണും പോലെയുള്ള വൻ നഗരങ്ങളിലാണ് ജോലിയുടെ ഭാഗമായി എത്തിയ വിദേശികളിൽ ഭൂരിഭാഗവും താമസിക്കുന്നത്. ഇന്ത്യക്കാർ കുടിയേറ്റത്തിനായി ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. പുതിയ തീരുമാനം ഇവർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ പുതിയ തീരുമാനം രാജ്യത്ത് താമസിക്കാനുള്ള വീടുകൾ ആവശ്യത്തിന് ലഭിക്കാത്തതോടെയാണ് പുതിയ തീരുമാനമായി ഓസ്ട്രേലിയയുടെ ഭവന വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. വരുന്ന ഏപ്രിൽ 1 തീയതി മുതൽ 2027 മാർച്ച് 31 വരെയാണ് വിദേശ കുടിയേറ്റക്കാർ സ്വന്തമായി വീടുകൾ വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരോധനം കാലയളവ് നീട്ടണമെന്നോ ഉള്ള കാര്യങ്ങൾ പിന്നീട് സർക്കാർ അവലോകനം ചെയ്യും. കുടിയേറ്റക്കാർ ധാരാളമായി എത്തുന്നത് കാരണം വീടുകളുടെ ദൗർലഭ്യം ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട് നിർമ്മിക്കുക അല്ലെങ്കിൽ പൂർത്തിയായ വീട് വാങ്ങുക എന്നത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തന്നെ ഏറ്റവും ചെലവേറിയതാണ്. സ്വന്തമായി വീട് വാങ്ങുക എന്നുള്ളത് പലർക്കും താങ്ങാനാകാത്ത സാഹചര്യവുമുണ്ട്. കുത്തനെ ഉയരുന്ന ജീവിത ചെലവും അതിനൊപ്പം ഭവനവില ഉയരുന്നതും കാരണം യുവ വോട്ടർമാർ ഭരണകക്ഷിക്ക് എതിരാകുന്നത് തടയാനാണ് പുതിയ ഉത്തരവ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ സിഡ്നിയിൽ മാത്രം വീടുകളുടെ വില കഴിഞ്ഞ 10 വർഷത്തിനിടെ 70% വർദ്ധിച്ചത്. ഓസ്ട്രേലിയയിൽ അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഒരു വീട് വാങ്ങുന്നതിന് ശരാശരി 6 കോടി രൂപയിലേറെ മുടക്കണം. ഇതിനു പുറമെ ഇപ്പോൾ വീടുകളുടെ വാടകയും വർദ്ധിച്ചു വരികയാണ്. 2023 ജൂൺ 30 അവസാനിച്ച 12 മാസത്തിനുള്ളിൽ വിദേശ നിക്ഷേപകർ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി, വാസസ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെ 27,000 കോടിയിലൂടെ എസ്റ്റേറ്റ് സൗകര്യങ്ങളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വിദേശത്തു നിന്നുള്ള കുടിയേറ്റക്കാർ ഓസ്ട്രേലിയയിൽ സ്വന്തമായ റിയൽ എസ്റ്റേറ്റ് ആസ്തികൾ വാങ്ങിക്കൂട്ടുകയും ഓസ്ട്രേലിയക്കാർക്ക് സ്വന്തമായി വീട് വയ്ക്കാൻ പോലും സൗകര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 വർഷക്കാലം വിദേശത്ത് നിന്ന് പോയിട്ട് ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 2 വർഷം കൊണ്ട് വീട് വാങ്ങിക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.